Hi Tovino. Hello. Mamta. Hi. Welcome to the show. Thank you. So all set for forensic. അതെ So മൂവിയുടെ പേരും ട്രെയിലറും ഇറ്റ്സ് ഓൾ സജസ്റ്റിംഗ് ഇറ്റ്സ് എ ക്രൈം ത്രില്ലർ. സോ ശരിക്കും ഫോറൻസിക് എന്താണ് പറയുന്നത്? അത് തന്നെയാണ് ക്രൈം ത്രില്ലർ തന്നെയാണ്. അതെന്താ പറയും നമ്മൾ ഒന്ന് ഞാനിതിലെ പല സസ്പെൻസുകളും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് കാരണം കൊണ്ട് കുറേ സംസാരിച്ചാൽ ആ സസ്പെൻസൊക്കെ ഞാൻ പറഞ്ഞു പോകുമോ എന്നുള്ള പേടി വരെ എനിക്കുണ്ട്. പക്ഷേ സിനിമയെ പറ്റിയിട്ട് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ അത് ട്രെയിലറൊക്കെ കാണുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അതിനെപ്പറ്റി ഒരു ധാരണ കിട്ടും എന്തായാലും. പക്ഷേ ഒരു കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഇത് സസ്പെൻസ് ഒന്നും പുറത്തു പോവാതെ പറയാന്നുള്ളത് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഉള്ള ഒരു വളരെ വെൽ റെഡ് ആൻഡ് വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള 2 പേര് എഴുതിയിട്ടുള്ളതാണ്. അഖിൽ പോളും അനസ് ഖാനും കൂടെ എഴുതിയേക്കുന്നതാണ്. അവരിതിൽ നല്ല റിസർച്ച് നടത്തിയിട്ടും ഉള്ളതാണ്. ഞങ്ങളെയും കൂടെ ആ റിസർച്ചിൻ്റെയൊക്കെ ഭാഗമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അഖിലിൻ്റെ വീട്ടിൽ പോകുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ അഖിൽ പുതിയത് എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയാൽ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് ആണെങ്കിലും ഒക്കെ അവർക്ക് ഇപ്പോഴും എൻ്റെ കിടപ്പുണ്ട്, ഫോർവേഡ് ചെയ്ത് തരും. എന്നെയും കൊണ്ട് ഫോറൻസിക്കിൻ്റെ ഈ പറയുന്ന സിനിമയിൽ ഒരുപാടൊന്നും ഉണ്ടായിട്ടല്ല, വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ എങ്കിൽ പോലും എനിക്കിതിൽ ഒന്നും അറിയാതിരിക്കരുത് എന്നുള്ളതുകൊണ്ട് എന്നെയും കൊണ്ടുപോയി ട്രിവാൻഡ്രത്ത് ഫോറൻസിക്കിൻ്റെ ലാബിൽ പോയി അവിടെ നിന്ന് ഞങ്ങൾക്ക് അഖിൽ തന്നെ ചെന്ന് സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്ത് ഞങ്ങൾക്ക് അവിടുത്തെ പല കാര്യങ്ങളും അവർ നമുക്ക് പറഞ്ഞു തന്നു, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അപ്പോൾ അതൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും റിസർച്ച് ഈ സിനിമയുടെ പിന്നിലുണ്ട് ഉള്ള നല്ല ഒരു കണ്ടന്റ് പറയുന്ന ഒരു സിനിമയായിരിക്കും. മമത, ഹൗ ഡിഡ് ദിസ് മൂവി ഹാപ്പൻ ടു യു? എങ്ങനെയാണ് ഈ ഒരു മൂവിയിലോട്ട് എത്തിച്ചേർന്നത്? I think Ritika Xavier was written for me. I don't know if they had anybody else in mind for it initially. അത് ഞാൻ അഖിലിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുമില്ല. കാരണം അഖിൽ എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ഇത് ആദ്യമായിട്ട് മമതയ്ക്കാണ് നറേറ്റ് ചെയ്യുന്നത്, മമത തന്നെ ചെയ്യണം. So when a movie is written only for me, I know it's mine and it's written for me. അല്ലാതെ അവർ വരില്ല to me. And what was interesting about it definitely was the fact that they were offering me an IPS officer's role, which I've never done in my career before. അപ്പോൾ ഞാൻ ചോദിച്ചു, യൂണിഫോമിലാണോ അതോ മഫ്തിയിലാണോ? അല്ല, ഒട്ടുമിക്ക ത്രൂ ഔട്ട് ദ മൂവി യു ഗോയിങ് ടു ബി സീൻ ഇൻ എ യൂണിഫോം. സോ ഐ നോ ഇറ്റ്സ് എ റോൾ ദാറ്റ് demands command, position, or body language. So I'm prepping myself as I'm listening to the story. Now, does the story have more to offer me in terms of not playing the usual female cop? അല്ലേ, നമുക്ക് എപ്പോഴും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, അവർ ശബ്ദം ഇങ്ങനെയാണ് പിടിക്കുക, ബോഡി ലാംഗ്വേജ് ഇങ്ങനെയായിരിക്കും. പക്ഷേ ഇറ്റ് റിക്വയർഡ് Ritika Xavier to have a sensitive side to her as well, which again makes this an emotional film, a family-friendly film. It's a pivotal part of the film, actually. And to be honest, the film largely follows the story of Ritika Xavier. അപ്പം എന്തുകൊണ്ടും this was a film that I wanted to be a part of. And secondly, this was an opportunity for me to work with Tovino for the first time. Even though we've been, I think I've heard 2 stories which had, possibly Tovino would be working in the movie, and it did not materialize for me. ഞാൻ ആ പടങ്ങൾ ചെയ്തില്ല. So therefore, yeah, forensic happened and we're here now. Great. Yes. ഇതിൽ ടൊവിനോയുടെ ക്യാരക്ടറിനെ പറ്റിയിട്ട് ചെറുതായിട്ട് ഇൻ ബ്രീഫ്. ടൊവിനോയുടെ ക്യാരക്ടർ, അപ്പോൾ എൻ്റെ ക്യാരക്ടർ ഇതിനകത്തൊരു മെഡിക്കോ ലീഗൽ അഡ്വൈസറാണ്. ഒരു കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആ ടീമിലേക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെടുന്ന ഒരു മെഡിക്കോ ലീഗൽ അഡ്വൈസർ. അപ്പോൾ അത് എന്നാൽ ഇയാളൊരു അങ്ങനെ നമ്മൾ ഭയങ്കര ഒരു ഡ്രാമയൊന്നുമല്ല പിടിച്ചിരിക്കുന്നത്. ഇയാളിപ്പോൾ സാധാരണക്കാരനായിട്ടുള്ള ഇപ്പോൾ ഒരു മെഡിസിനൊക്കെ പഠിച്ചിറങ്ങി ഫോറൻസിക്കിൽ ജോലിയൊക്കെ ചെയ്ത് തുടങ്ങി കുറച്ച് നാളായി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു വലിയ കേസിൽ നമ്മൾ പാർട്ടായിട്ട് അതിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇത് പോകെ ഇത് ഇയാൾക്ക് ഒരു ജസ്റ്റ് ഒരു കേസ് എന്നതിലുപരി ഇയാളൊരു പേഴ്സണൽ കാര്യം കൂടെ ആയി മാറുന്നുണ്ട് ഒരു പോയിന്റിൽ. അപ്പോൾ
ഒരു അവന് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ഫൈറ്റിൽ ട്രെയിൻഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു മാച്ച് അങ്ങനത്തെ ആളൊന്നുമല്ല, ഒരു നോർമൽ ഈ പറഞ്ഞ പോലെ സിറ്റുവേഷൻ്റെ മാച്ച് എന്ന് പറയുന്നത്. സോ ഒരു ഫോറൻസിക് എക്സ്പേർട്ട് അങ്ങനെ ഒരു റിയൽ ലൈഫിൽ ഒരു പേഴ്സൻ്റെ ഒരു ലൈഫ് സ്റ്റൈല്, ഒരു മാനറിസം, അതൊക്കെ ഒന്ന് അറിയാനായിട്ട് ശ്രമിച്ചിരുന്നു, അപ്പാർട്ട് ഫ്രം ദ റിസർച്ച് വിച്ച് ദ ഡയറക്ടേഴ്സ് വെർ ഡൂയിങ് ഫ്രം യുവർ എൻഡ്? തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്കതിൽ കൂടുതലായിട്ട് അത് ഒരു ഇതെന്ന് വെച്ചാൽ ഉമ്മാദത്തൻ സാറിൻ്റെ ബുക്സൊക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് അങ്ങനത്തെ കാര്യങ്ങളിൽ. അത് നമുക്ക് കൂടുതലും ഈ ഫോറൻസിക് സയൻസിനെ പറ്റും, ഫോറൻസിക് സയൻസിന് ഈ നമ്മുടെ കേസ് അന്വേഷണത്തിലുള്ള ആ ഒരു പ്രാധാന്യത്തെപ്പറ്റും ഒരുപക്ഷെ എനിക്ക് മുമ്പ് അറിയാമായിരുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി എനിക്ക് ഇന്നറിയാം. ഒരുപക്ഷെ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാർക്കും ഫോറൻസിക് സയൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും. അതിപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഇതിന് മുമ്പ് ഫോറൻസിക് സിനിമകളിലൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ വരുന്നു, ഫിംഗർ പ്രിൻ്റ് എടുക്കുന്നു, പോകുന്നു എന്നുള്ളതല്ലാതെ അപ്പുറം കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. കുറേ ഡിവിഷൻസ് ഉണ്ട് ഫോറൻസിക് സെല്ലിൽ തന്നെ. സോ ഇതിനെ പറ്റിയൊക്കെ അറിയാൻ പറ്റി. അതെ, പിന്നെ നമുക്കത് ഒരു സിനിമയാണെന്ന് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അത് കാരണം കൊണ്ട് നമ്മൾ എൻ്റെ അടുത്ത് അഖിൽ ആവശ്യപ്പെട്ടിരുന്നതും ചില ഡയലോഗുകൾ പറയുന്ന സമയത്ത് അത് ആളുകളിലേക്ക് എത്തേണ്ട രീതിയിൽ എത്തണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ രീതിയിൽ പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് അഖിൽ ആവശ്യപ്പെട്ടിരുന്നു. അല്ലാത്തത് ഒരു ബിഹേവിയറൽ പരിപാടി പിടിച്ചാലും കുഴപ്പമില്ല. ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യണം. കാര്യം നമ്മൾ പറയുന്ന കണ്ടൻറ്റുകൾ എന്താ പറയുക, ഒരു വലിയൊരു ശതമാനവും പുതിയ കാര്യങ്ങളാണ്. ചിലപ്പോൾ ആൾക്കാരിങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളല്ല പറയുന്നത്. അത് പറയുമ്പോൾ ഒരാൾ വന്ന് ക്ലാസ് എടുക്കുന്ന പോലെ തോന്നാനും പാടില്ല, എന്നാൽ അതേസമയം പ്രീച്ച് ചെയ്യാവാനും പാടില്ല. അതേസമയം പറയുന്ന കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് കൃത്യമായിട്ട് ഏതിനൊക്കെയാണോ എംഫസൈസ് ചെയ്യേണ്ടത് അതൊക്കെ എംഫസൈസ് ചെയ്ത് പറയുകയും വേണം. അതുപ്രകാരം സിനിമാറ്റിക് ഷോട്ടുകളൊക്കെ എന്തായാലും സിനിമയിൽ ഉണ്ടാവും. ഈ ഒരു സ്റ്റോറി ലൈൻ കേൾക്കുന്ന സമയത്ത് ഡിഡ് യു ആസ്ക് ദാറ്റ് ഇതൊരു റിയൽ ലൈഫിൽ നടന്നതാണോ ഇൻസിഡൻറ്റ് എന്ന് ചോദിച്ചിരുന്നു എപ്പോഴേലും? ഹാവ് യു ഡിസ്കസ് വിത്ത് ദിസ് ഡയറക്ടർ? I didn't have to raise such a question കാരണം I'm not going to say that I've had a personal encounter with a psychopath, but I do believe that there are many sociopaths around us. And I have definitely encountered such people because they're capable of leaving you in a very paralyzed situation. And I've had those experiences in my life. And I know that in the West, forensic stories, psychopath stories with forensic in the forensic investigation running in the background has been very essential to solve such crimes as well. So many stories have been made in the West, documentary films. I mean, Ted Bundy story, I think everybody knows it. And today, because globally we have a global audience now, and we all have access to content that's being made everywhere. And അതുകൊണ്ട് cases like Ted Bundy and even Mindhunter, I think one of the most interesting series that I watched that explores the same field is Mindhunter. ഞാനത് കണ്ടിട്ടുണ്ട്. സോ ഐ നോ ദിസ് ഇസ് ഹാപ്പനിങ് അറൗണ്ട് us, ആൻഡ് ഇത് ഇന്നലെയും ഇന്നും തുടങ്ങിയ കാര്യങ്ങളൊന്നുമല്ല, എത്രയോ കാലങ്ങളായിട്ട് വെസ്റ്റിലൊക്കെ നടക്കുന്നു. ടുഡേ വി ആർ ഏബിൾ ടു ടെൽ ദീസ് സ്റ്റോറീസ് ബിക്കോസ് ഇറ്റ് സ്റ്റാർട്ടഡ് ഹാപ്പനിങ് അറൗണ്ട് us. ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നു. അന്ന് ലാക്ക് ഓഫ് അവെയർനെസ് ആയിരുന്നു. സോ വി ഡിഡ്ന്റ് ഹാവ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഫോറൻസിക് സയൻസസ്. ഇന്ന് നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ആൾക്കാരുടെ അവെയർനെസ് എങ്ങനെയാണ് കൂട്ടുക? ബൈ ടെല്ലിങ് എ സ്റ്റോറി ദാറ്റ് ഇറ്റ് ഈസ് ഹാപ്പനിങ് അറൗണ്ട് us. ഫാക്ട്സ് കുറേ, ടോവിനോയുടെ ക്യാരക്ടർ ഫോറൻസിക് ഓഫീസർ ആയതുകൊണ്ട് ഹീസ് ടെല്ലിങ് എ ലോട്ട് ഓഫ് ഫാക്ട്സ്. ഹൗ ടു ടെൽ ഫാക്ട്സ് ആൻഡ് ഡം ഇറ്റ് ഡൗൺ. സാധാരണ ആൾക്കാരുടെ ഭാഷയിൽ എങ്ങനെ പറയും? ഒരു തരത്തിലും ഡയലോഗ് പറയുന്ന രീതിയിലല്ല ഇദ്ദേഹം സംസാരിക്കുന്നത്. Absolutely. And I was listening to the way Tovino said his lines as well as dubbingലും ശ്രദ്ധിച്ചിരുന്നു. That he said വളരെ സാധാരണയായ ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് പറയുന്നത്. കാരണം പലപ്പോഴും പല ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള ആൾക്കാരാണ് ടൊവിനോ ആയിട്ട് അതിൻ്റെ അകത്ത് പെരുമാറുന്നത്, ഇൻട്രാക്ട് ചെയ്യുന്നത്. So he has to say it in a language that everybody can understand. And he has his own way of investigating. And definitely, cop nu parayumbam, I have to balance my side of playing the cop. Even though I understand completely what he's saying on screen, I'm trying to have a confrontation because we cannot agree on everything. Although we're trying to, solve the same crime, right? So, I didn't have to ask Akhil anything because Akhil ഭയങ്കര പ്രിപ്പയർഡ് ഡയറക്ടറാണ്. അഖിൽ കഥ പറയുമ്പോൾ തന്നെ ഭയങ്കര ഷാർപ്പായിട്ട് കണ്ണിൽ നോക്കിയിട്ടാണ് കഥ പറയുക. Throughout the direction also he has a way to he has a way of coming. So he has a crystal clear vision of he has a very his clarity is what inspires us to do better.
കൃത്യമായിട്ട് ഭയങ്കര അറിയാം കൃത്യമാണ്. അത് കൃത്യമായിട്ട് അറിയാവുന്നത്. അങ്ങനെ വീണ് കിട്ടിയതല്ല. അഖിൽ അതിന്റെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് കുറെ നാളായി. എൻ്റെ അടുത്ത് കഥ പറയുന്നത് To this date, we are communicating about the same, the progress of the movie. Everything that's been happening. എല്ലാ കാര്യങ്ങളും ഭയങ്കര ട്രാൻസ്പാരന്റ് ആണ്. നമ്മളെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. അതേസമയം അഖിലിന് എനിക്ക് ഒരു നല്ല ഡയറക്ടർക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ് എല്ലാവരെ കൊണ്ടും അവരുടെ ബെസ്റ്റ് പുറത്തെടുപ്പിക്കുക എന്നുള്ളത്. അത് നമുക്ക് വലിയ പ്രഷറൊന്നും തരാതെ തന്നെ നമ്മളിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ എടുക്കാനുള്ളൊരു കഴിവും കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്കെന്നല്ല എല്ലാവർക്കും, ആ സിനിമയിലുണ്ടായിരുന്ന എല്ലാവർക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ ക്രൂവിലുണ്ടായിരുന്ന എല്ലാവരും തമ്മിൽ, അതായത് നമ്മളുടെ ഒരു അത്യാവശ്യം വലിയ ക്രൂ ആയിരുന്നു. ആ ക്രൂവിലുണ്ടായിരുന്ന എല്ലാവരും തമ്മിൽ ഭയങ്കര അടുപ്പമായിരുന്നു. അതിൽ നന്ദി പറയേണ്ട ഒരു കാര്യം, കുറെ ബർത്ത്ഡേസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ നമ്മള് കേക്ക് കട്ട് ചെയ്യുന്നു, നമ്മള് കേക്ക് കട്ട് ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നു. ഇതൊക്കെ കഴിഞ്ഞ് പല ദിവസങ്ങളും ഷൂട്ട് കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ നമ്മളെല്ലാവരും കൂടെ കൂടും. ഒരു ദിവസം നമുക്ക് അതിനിടയ്ക്ക് എന്തോ ഒരു സമരമോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും കൂടെ ഞങ്ങൾ കുറച്ച് പേരുടെ ടൂർ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബാക്കി ക്രൂ താമസിക്കുന്ന ഹോട്ടലിൽ വന്ന് ഞങ്ങൾ വൈകുന്നേരം അവിടെ സ്പെൻഡ് ചെയ്തു. സോ അങ്ങനെ ഒരു അടുപ്പം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു പടം തീരാൻ സമയത്ത് എല്ലാവരും തീരാറായി എന്നൊക്കെ ചിന്തിക്കുന്ന, അത് നമ്മൾ എടുക്കുന്ന ഒരു സൈക്കോപാത്തിന്റെ ക്രൈം ത്രില്ലർ പടമാണോ ഇൻവെസ്റ്റിഗേഷൻ പടമാണോ അതൊന്നുമല്ല. പക്ഷെ എനിക്ക് പേഴ്സണലി എന്ന് വെച്ചാൽ അഖിലിനെ എനിക്ക് 7th ഡേ മുതൽ അറിയാം. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പിന്നെയും വർക്ക് ചെയ്യുന്നു. ഇതിന്റെ അസോസിയേറ്റ് ജയൻ ചേട്ടൻ എനിക്ക് മൊയ്തീൻ തൊട്ട് അറിയാം. പിന്നെ ഇതിന്റെ നമ്മുടെ എഡിറ്റർ മൊയ്തീനിലെ സ്പോട്ട് എഡിറ്റർ നമ്മുടെ ഷമീർ, ഡോണേട്ടനാണ് ഇതിന്റെ ട്രെയിലറൊക്കെ കേട്ടത്. ഡോണേട്ടനാണെങ്കിലും എനിക്ക് ABCD ആ സമയം മുതൽ പരിചയമുണ്ട്. പിന്നെ ഇതിന്റെ ക്യാമറമാൻ അഖിൽ പോൾ, ഞങ്ങൾ പണ്ട് ഒരുമിച്ച് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് നടന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് സിനിമയിൽ വന്നതിന് ശേഷം, അത് 2012 ഇത്രയും ഒരു 8 വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്നു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. എനിക്കാണെങ്കിൽ ഇമ്മീഡിയറ്റ് ഇതായിരുന്നു, സെറ്റിൽ ജോയിൻ ചെയ്ത ഉടനെ എല്ലാം അറിയുന്ന മുഖം. കാരണം ഇപ്പം ബാലൻ വക്കീൽ 2019 ബിഗിനിങ്ങിൽ റിലീസായ ഫിലിം അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ I think 9 ഷൂട്ടും ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ജോയിൻ ചെയ്യുന്ന ലൊക്കേഷൻ ഇതാണ്, ഫോറൻസിക്. എല്ലാവരും അങ്ങനെ കട്ട് ആൻഡ് പേസ്റ്റ് ആയിരുന്നു. ഫുൾ ടീം ഓഫ് ക്യാമറ അസോസിയേറ്റ് എഡിറ്റർ എല്ലാവരും പറഞ്ഞു, ഓ ഐ എം ബാക്ക് ഹോം. സുഖം. ഞങ്ങൾ കുറെ വർഷമായിട്ട് പരിചയം ഉണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരുമിച്ച് വർക്ക് എനിക്ക് തോന്നുന്നത് I feel like I'm 40. നേരത്തെ സിനിമയിൽ വന്നുകൊണ്ടാണല്ലോ സീനിയർ ആയത്. No, having so many years in the industry is a luxury at all. I mean, I've done that. I've done something in between where I was confused, and now I'm doing this. I mean, it's so exciting. Yeah. വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു സീനിയർ ജൂനിയർ അങ്ങനത്തെ ഒന്നുമല്ല നമ്മൾ. തീർച്ചയായിട്ടും experience, any mentoring or any suggestions from her end, ആ ഒരു രീതിയിൽ did you feel that? നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ. നമുക്കെന്ന് വെച്ചാൽ നല്ല ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെയും പെർഫോമൻസ് നന്നാവും. And the role demanded it, yeah. This ഈ ഒരു ഹൈറാർക്കിന്റെ ഒരു ഇതില്ലേ, the role demands it as well. അതുകൊണ്ടാണ് ഇപ്പം when I'm on the spot, നമ്മളൊരു ക്യാരക്ടറായിട്ട് വരുമ്പം അവിടെ ഋതിക സേവിയർ in command of things. She's in control there. She's a captain of the ship, right? So that will automatically be there in my body language. ഇനി അത് പടം തീരുന്നത് വരെ അത് ഒരു പക്ഷേ എൻ്റെ ഉള്ളിൽ കാണും. അത് ഒന്ന് ഇറ്റ് ടേക്സ് ടൈം ഫോർ എ ക്യാരക്ടർ ടു കം ഔട്ട് ഓഫ് യു അല്ലേ. ഫസ്റ്റ് ടൈം ആയിരുന്നു. ഇറ്റ് ഫെൽറ്റ് റിയലി ഗുഡ്. ബട്ട് ദെൻ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി പോലീസ് യൂണിഫോം ഈസി ഒന്നും അല്ല കേട്ടോ. യു ഹാവ് ടു സ്റ്റാൻഡ് ലൈക്ക് ഒരു വടി throughout the day and it was stitched so tight, thick material. But I had a great time working with Tovi. കുറേ കാലമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യണം. It comes close and it doesn't happen. We might be associating in another project together where you'll see me in a completely different role, where I'm more submissive, you know, he's playing more dominant. So it really depends on the roles that we are given. So definitely if movie ke ende oru seniority um experience um idil oru pakshe enhance ചെയ്തിട്ടുണ്ടാവും. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഭയങ്കര എളുപ്പമാണ്. കാര്യം അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരത്രയും ഈസിലി പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്കും കൂടെ ഒരു പാസ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. അത് ഭയങ്കര രസമാണ്. അത് നമ്മളത് മനഃപൂർവ്വമൊന്നുമല്ല, അത് തന്നെ വരുന്ന ഒരു കാര്യമാണ്.
So how was this forensic മറ്റ് crime thrillers different ആവുന്നത്? How was it unique in this movie? പരമാവധി മറ്റു സിനിമകളുമായിട്ടുള്ള ഒരു സാമ്യം ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. So in which way? In which way was it? നമ്മൾ ഈ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മൾ ഒരു 2018 അഖിൽ എൻ്റെ അടുത്ത് ഈ കഥ പറയുന്നത്. അതിനുശേഷം രാക്ഷസം വന്നു, നല്ല സിനിമകൾ വന്നു, നല്ല രാക്ഷസം വന്നു, അഞ്ചാം പാതിര വന്നു. പക്ഷെ അഞ്ചാം പാതിരയൊക്കെ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് റിലീസായത്. രാക്ഷസം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അയ്യോ എന്ത് ചെയ്യണം, കാര്യം സ്ക്രിപ്റ്റിൽ അന്ന് ചെറിയൊരു സിമിലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അഖിൽ ഇതിനെ മൊത്തം സ്ക്രിപ്റ്റ് പൊളിച്ച്, എന്നാൽ ബേസിക് സ്റ്റോറി ലൈനിന് വലിയ വ്യത്യാസമില്ല. അതെ, അപ്ഡേഷൻ നടന്നിട്ടുണ്ട് ഒരുപാട്, ആസ് റീസെന്റ് ആസ് റീസെന്റ്ലി. കാര്യം നമ്മൾ രാക്ഷസൻ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ നമ്മളിത് ചിന്തിച്ചിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഷൂട്ടിങ്ങിന് മുമ്പ്, ഇപ്പോൾ ഷൂട്ടിംഗ് തീരുന്നത് വരെയും എത്രത്തോളം നമുക്ക് ഇത് പോളിഷ് ചെയ്യാൻ പറ്റും, എത്രത്തോളം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, അതൊക്കെ ചെയ്ത് നമ്മൾ ഏറ്റവും നല്ല ഒരു ഔട്ട്പുട്ടാണല്ലോ. ഈ 2 വർഷം കിട്ടിയപ്പോൾ അഖിൽ വെറുതെ ഇരുന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അഖിലാണെങ്കിലും അനസ്ഖാനാണെങ്കിലും ഇവർ ഇതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്ത് ഇതിനകത്ത് കൂടുതൽ നല്ല എലമെന്റ്സ് വന്നു കയറി. അന്ന് എന്നെ എക്സൈറ്റ് ചെയ്തതിനേക്കാൾ എത്രയോ ഇരട്ടി എലമെന്റ്സ് ഇപ്പോൾ കൂടുതലുണ്ട് ആ സിനിമയായിട്ട് വന്നപ്പോൾ. സോ നമ്മൾ നോർമൽ മലയാളം മൂവീസിൽ ഇതുവരെ കണ്ടിട്ടുള്ളത് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഇറ്റ് ജസ്റ്റ് കംസ് ഇൻ ബിറ്റ്സ് ആൻഡ് പീസസ് ലൈക്ക് ഹിയർ ആൻഡ് ദെയർ, ഒരു ക്രൈം ത്രില്ലർ ആണെങ്കിലും. പക്ഷേ ഈ മൂവി ഈസ് ഗോയിങ് എൻറ്റയർലി ത്രൂ ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ആസ് ഒരു മാസ് ഓഡിയൻസിന് ഒരു മാസ് എൻ്റർടൈൻമെൻറ്റ് മൂവി ആയിട്ട് ഇത് കാണാൻ പറ്റും, ഓർ ഇറ്റ്സ് ലൈക്ക് സ്പെസിഫിക്കലി ഫോർ ത്രില്ലിംഗ്? ഫോറൻസിക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ബോറിംഗ് പരിപാടിയേ അല്ല. കാര്യം ശരിക്കും ഞാൻ ഈ ഫോറൻസിക്കിൻ്റെ സെല്ലിൽ പോയപ്പോൾ ഈ ഫോറൻസിക്കിന് തന്നെ പല ഡിവിഷൻസ് ഉണ്ട്. ഈ പറയുന്ന ഫിംഗർ പ്രിൻ്റ് എടുക്കുന്നതും DNA ടെസ്റ്റ് ചെയ്യുന്നതും മാത്രമല്ല ഫോറൻസിക്കിൻ്റെ പരിപാടി. നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് പഴയ ഡാറ്റ റിക്കവർ ചെയ്യുന്നത് മുതൽ അങ്ങനെ പല ഫോറൻസിക്കിൻ്റെ തന്നെ പല ഡിവിഷൻസ് ഉണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് മേഖലയാണ്. അവിടെയുള്ള ആളുകളും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കാര്യം അത് അങ്ങനെ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നല്ല. ഇതിനെപ്പറ്റി കുറേ പഠിക്കാനായിട്ട് പ്രോസസ്സ് ഉണ്ട്, ഇതിൻ്റെ കുറേ എക്യുപ്മെൻറ്റ്സും അതിൻ്റെ വർക്കിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ചെന്ന് കാണാനായിട്ട്. അത് മുഴുവനായിട്ടും ഒന്നും ഈ സിനിമയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാനൊന്നും സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ സിനിമ തീർച്ചയായിട്ടും എൻഗേജിങ് ആയിരിക്കും. സിനിമയാണല്ലോ, നമ്മൾ സിനിമയാണെന്നുള്ള കാര്യം ഒരിക്കലും വിസ്മരിക്കുന്നില്ല. പിന്നെ സിനിമയാണ്, കഥയുണ്ട്. ആൻഡ് ലൈക്ക് ഐ മെൻഷൻഡ് ഏർലിയർ, ഇറ്റ്സ് ഹാപ്പനിങ് അറൗണ്ട് അസ്. അതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. സോ ആൻഡ് ലൈക്ക് ഹി സെഡ്, ഫോറൻസിക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ശരിക്കും. ദി ആക്ച്വൽ ഫോറൻസിക് സയൻസസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് വി ഹവ് ബീൻ ഏബിൾ ടു ടേക്ക് ഓൺലി one aspect of that, 1 or 2 aspects of it into this film. What makes it more interesting is definitely the fact that ഈ സൈക്കോപാത്ത് എന്ന് പറയുന്ന ആൾക്കാർ ഭയങ്കര അൺഅസ്യൂമിങ് ആണ്. It's very hard to discover them. They might be around us, might be your closest friend. That's what makes it more interesting, a movie like this. ബാക്കിയൊക്കെ മൂവി കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ, കൂടുതൽ കിടക്കാൻ പറ്റില്ല ആ ഒരു ഇതിലേക്ക്. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ഞങ്ങളോട് തന്നെ പലരും ചോദിച്ചത് ഇപ്പോൾ ഒരു ക്രൈം ത്രില്ലർ സൈക്കോപാത്ത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ. പക്ഷെ ഉറപ്പായിട്ടും ഫാമിലിക്കാണെങ്കിലും ഒക്കെ വന്ന് കാണാൻ ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മളങ്ങനെ ഒന്നും അങ്ങനെ ഭയങ്കര ഡയറക്റ്റായിട്ട് കാണിച്ച് ആൾക്കാർ തിയേറ്ററിൽ ഇരുന്നിട്ട് അയ്യോ അങ്ങനെ എഴുന്നേറ്റ് പോകുന്ന രീതിയിൽ അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മളെല്ലാം അതിൻ്റേതായി ഇൻഡയറക്റ്റായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഇൻഡയറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങനെ ആൾക്കാരെ ഒരു എന്താ പറയുക ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഡിസ്റ്റർബ് അത് ഈ സിനിമയുടെ കഥാഗതിയിൽ ഇപ്പോൾ ഈ സൈക്കോപാത്ത് കില്ലിങ്സ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും. അതല്ല ഞാൻ പറയുന്നത്. അതല്ലാതെ നമ്മൾ അതിൻ്റെ ഒരു എക്സ്ട്രീമിലേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല. സോ ഈ മൂവിയുടെ മ്യൂസിക് ജേക്സ് ബിജോയാണ് ചെയ്തത്. അപ്പോൾ ഈ മൂവിയിൽ ബീങ് എ ക്രൈം ത്രില്ലർ സോങ്സ് ഒക്കെ ഉണ്ടോ? സോങ്സ് ഇല്ല, സോങ്സ് അല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് തോന്നുന്നു ജേക്സ് ചേട്ടൻ വെറുതെ പൊളിച്ചേക്കാണ്. മനസ്സിലായില്ലേ? ഞാൻ തിരിച്ച് അതിന്റെ ഡയറക്ഷൻ ഇപ്പൊ വിടാൻ പോവാറ്.
ഫേവറേറ്റ് സോങ് അല്ല. ഞാൻ ഇന്നാള് there was an award ceremony that I attended and I was എനിക്കറിയാം എപ്പോഴും I never think about this. സ്റ്റേജിൽ കയറുമ്പോഴാണ് ഇവർ ചോദിക്കുക, ഞാൻ അങ്ങ് ബെബെന്നാവും. So I had thought അന്ന് വെറുതെ, because we don't get the time, you know, വന്ന് just a night before ആണ് കോസ്റ്റ്യൂം ഒക്കെ, you know, ഡിസൈനറെ വിളിച്ച് പറയുന്നത്. It's crazy. So I thought I'll sing this song and I've never sung this song on stage before. കാർബണിലെ സോങ് ആണ്. And there were a lot of people who said, Mamta എന്നെ പാടിയാൽ മതിയായിരുന്നു ആ പാട്ടെന്ന്. ജീവോന്മാദം സിരകളിലാകെ ഏതോ ദാഹം ഇമകളിലാകെ അലയും മനോരഥം പതിവായ നിശാദിനം പദയാത്രിക വരൂ പോകാം തേടിടുന്നതാരേ നീ ആരനി ആരേ നീ തൂവൽ പോലെ പാറും മോഹമേ 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 ദൂരെ ദൂരെ ശ്യാമഭൂവിൽ രാക്കിളി പാടും ഒരു പാട്ടിലൊരു തേൻ കനമോ. Wow, mesmerizing. Thank you. I think you should have sung the song actually. I should have recorded this song. സിനിമയിലൊക്കെ പാടുന്ന ആളാണ്. കുറേ കാലമായിട്ട് പാടിയിട്ട്. Beautiful actually. So apart from the movie, I just want to ask you another question. ഇപ്പം we are all socially active. ഇങ്ങനത്തെ crime rates കൂടുന്നുണ്ട്. So as a society, what needs to be done in order to reduce such crimes? As a citizen, I'm asking. നമ്മൾ എല്ലാവരും as an individual, what do you think like we have to do as a society? ഒരു അവയർനെസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സോ അതിനകത്ത് പക്ഷെ അത് വെറുതെ പേടിച്ച് ജീവിക്കണം എന്നുള്ളതല്ല. ഡിനയൽ ആദ്യം, ഡോണ്ട് ബി ഇൻ ഡിനയൽ. അവയർനെസ് തന്നെ, വേറൊന്നുമല്ല. അവേർനെസ് ആണ്. ആൻഡ് ദ മോർ അവെയർ വി ആർ ഓഫ് അവർ സറൗണ്ടിങ്സ്, ദ മോർ വിജിലൻറ്റ് വി ക്യാൻ ബി. ദെയർഫോർ പ്രിവെൻറ്റിംഗ് an outbreak of such a thing even happening. നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കും. സി വി ലിവ് ഇൻ എ കമ്മ്യൂണിറ്റി വെയർ എന്തും ഓക്കെയാണ്, എന്തും സംഭവിക്കാം, എന്തും പറയാം, എന്തും ചിന്തിക്കാം, എങ്ങനെയും റിയാക്ട് ചെയ്യാം. ദോസ് തിങ്സ് ആർ വെരി ഇൻഅപ്രോപ്രിയേറ്റ് സത്യം പറയുമ്പോൾ, ബിക്കോസ് വി ആർ നോട്ട് തിങ്കിങ്. That's why. Just pause for a second. These movies will make people think once and make that, you know, cautionary or caution or proceed with caution nu parna pole. So awareness thaneyana ultimately everything, I think, is awareness. So hope this movie also help in that, and all the very best wishes from our Kappa crew. Thank you so much for having us. Nice talking to you guys.